അസർബൈജാൻ ടൂറിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രത്യേകത തോന്നിയൊരു ഭാഗമാണ് ബാക്കു സിറ്റിയിലെ ഇൻ്റർനാഷണൽ കാർ മ്യൂസിയം സന്ദർശനം. ഇത്രയധികം കാറുകൾ, ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള കാറുകൾ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടല്ല സത്യത്തിൽ ഈ കാർ മ്യൂസിയം കാണാൻ കയറിയത്. നൂറുകണക്കിന് വാഹനങ്ങൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ കണ്ടുപിടിക്കപ്പെട്ട് നിർമ്മിച്ചത്, അത് പഴയ നൂറ്റാണ്ടുകളിൽ നിന്ന് തുടങ്ങി ഈ അവസാനം ഇറങ്ങിയ കാറുകളുടെ മോഡലുകൾ വരെ. ഞങ്ങളുടെ ടീം ഇന്നലെയാണ്, 4-ാം ദിവസമാണ് ഇന്നലെ ബാക്കു സിറ്റിയിൽ ഷെഡാക്ക് പ്രദേശത്തു നിന്ന് തിരിച്ചു വന്ന് ഈ കാർ മ്യൂസിയം കാണാനായിട്ട് ആദ്യം എത്തിയത്. ഉച്ചതിരിഞ്ഞാണ് എത്തിയത്. എത്തിയിട്ട് നേരെ ഇവിടെ കാർ മ്യൂസിയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുകയാണ്. ചില കാറുകളിലെല്ലാം പേര് സഹിതം ഞാൻ ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. മെഴ്സീഡസ് ബെൻസ് അതിനകത്തുള്ളു. അങ്ങനെ അവസാനം ഇറങ്ങിയ കാർ ഉൾപ്പെടെ പല കാറുകളുടെയും പേരുകൾ ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. BMW ഉണ്ട്. നിങ്ങൾ കാണുന്നത് BMW ആണ്. വിവിധ വർണ്ണങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ, വിവിധ ആകൃതികളിൽ കോടിക്കണക്കിന് വിലമതിക്കുന്ന കാറുകൾ വരെ ഈ കാർ മ്യൂസിയത്തിൽ നമുക്ക് കാണാം. അവരുടെ നിബന്ധന പ്രകാരം കാറുകളിലൊന്നും നമുക്ക് തൊടാൻ പാടില്ല. എന്നാൽ ഫോട്ടോ എടുക്കുന്നതിന്, വീഡിയോ എടുക്കുന്നതിന് തടസ്സമില്ല. ഇപ്പോൾ ഓൾഗ എന്ന് പറയുന്ന വിഭാഗമാണ് ഈ കാറ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായ കാറുകളാണെല്ലാം. വെല്ലീസ് എന്ന് പറഞ്ഞ കാറ്, പല കാറുകളുടെയും നിങ്ങൾക്ക് വായിക്കാവുന്ന വിധത്തിൽ ഇതിൻ്റെ പേര് കൂടി അവിടെ എഴുതി വച്ചിട്ടുള്ളത് ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാണ്. വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ് നമുക്കതിൻ്റെ ചുറ്റുവട്ടം. നടക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും എല്ലാം. ഇതൊരു ഫയർ എഞ്ചിനാണ്. ഇതൊരു ടോയ് വാഹനമാണ്. ഇത് മറ്റ് വണ്ടികൾ കയറ്റിക്കൊണ്ടുപോകാൻ പറ്റുന്ന കാരേജ് ആയിട്ടുള്ള വണ്ടിയാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഒരു വാൻ, ഇതൊരു ജീപ്പ്. ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള വാഹനമാണെങ്കിലും ഇതൊരു കാർ, സ്പോർട്ടിംഗ് കാറാണ്. ഇതാ വീണ്ടും ഒരു ജീപ്പ്. ഇത് പഴയകാല രീതിയിലുള്ള വണ്ടിയാണ്. വിൻറ്റേജ് കാറുകളും നമുക്ക് കാണാം. നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ധാരാളം കാറുകൾ ഇവിടെ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലായി ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് ഇതൊരുക്കിയിരിക്കുന്നത്. കെട്ടിടത്തിൻ്റെ മുകൾ വശം
വളരെ ഭംഗിയുള്ള രൂപത്തിലാണ് അതിൻ്റെ നിർമ്മാണം. ഇതിൻ്റെ മുൻവശമാണെങ്കിൽ, ഈ കെട്ടിടത്തിൻ്റെ മുൻവശമാണെങ്കിലും വലിയൊരു പുൽത്തകിടിയൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടുണ്ട്. എൻ്റെ ഭാര്യ മഞ്ജുള സഹിതമാണ് ഞാനിത് കാണാനായിട്ട് കയറിയിരിക്കുന്നത്. ഞങ്ങളുടെ ടീമിലെ 29 പേരും ഇത് കാണുന്നുണ്ട് ഇപ്പോൾ. ഇപ്പം നിൽക്കുന്നത് കാർ മ്യൂസിയത്തിലാണ്. ബാക്കുവിൽ ലോകത്തെ ഏറ്റവും വലിയ കാർ മ്യൂസിയങ്ങളിലൊന്നാണ് ഇവിടെ. ആയിരക്കണക്കിന് കാറുകൾ പല വർഷങ്ങളിലെയും പല മോഡലുകളായും ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള കാറുകളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10-15 ഏക്കർ സ്ഥലത്ത് നിവർന്ന് കിടക്കുന്ന സ്റ്റേഡിയം പോലെയുള്ള ഒരു രീതിയിലാണ് ഇവിടെ കാർ മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് കാറുകൾ, ലോകത്തെ എല്ലാ ബ്രാൻഡുകളുള്ള കാറുകൾ, പല പല കാലഘട്ടത്തിലൂടെ ഉപയോഗിച്ച കാറുകൾ, ഇന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാറുകൾ, ഇത്തരത്തിൽ പല അത്ഭുത കാഴ്ചകളാണ് ഈ കാർ മ്യൂസിയത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്.